പോലീസിന് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം ബഹുമതികൾ നമ്മുടെ നാട്ടിലുണ്ട്. സംഭവം തെറ്റായ കാര്യം നടന്നാൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണണം. ആ തെറ്റിനെതിരെ കർക്കശ നടപടിയെടുക്കുക. ഇതാണ് സർക്കാർ ചെയ്തു പോകുന്ന കാര്യം. ഇവിടെ ഒരു പോലീസുകാരൻ ഒരു 82 വയസ്സുകാരിയെ വീട്ടിൽ പൂട്ടിയിട്ട സംഭവം അദ്ദേഹം പറയുകയുണ്ടായി. അത് അങ്ങേയറ്റം ഹീനമായൊരു സംഭവമാണ് എന്ന് പൊതുസമൂഹം തന്നെ കണക്കാക്കിയതാണല്ലോ. അതൊക്കെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ടല്ലല്ലോ വരുന്നത്. നാട്ടിലുള്ള ക്രിമിനൽ വാസനയുള്ള ചില ആൾക്കാരുണ്ട്. അതിൻ്റെ ഭാഗമായി നടന്നൊരു കാര്യമായിട്ട് മാത്രമല്ലേ അതിനെ കാണാൻ പറ്റൂ. ഇവിടെ ഒരു DYSP മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് വെച്ച് പോലീസുകാരാകെ മദ്യപിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതിനെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മദ്യലഹരി ഇതിൻ്റെ ഭാഗമായി വല്ലാതെ വർദ്ധിക്കുന്നു, അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നതാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ കാര്യത്തിലൊക്കെ ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചു പോകുന്നതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം. പോലീസ് ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ഗൂണ്ടകൾക്കെതിരെ കർക്കശമായ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. സംസ്ഥാനത്താകെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തേതായാലും നിലനിൽക്കുന്നില്ല. സർ, അധോലോകത്തിൻ്റെ കാര്യമൊന്നും നമ്മുടെ കേരളത്തിൽ പറഞ്ഞ് അത്തരമൊരു ഭീതി പടർത്താനൊന്നും കഴിയുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം. ആ നില നമ്മൾ മറന്നുപോകരുത്. ഇവിടെ പോലീസ് ക്രിമിനൽവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സർ, എത്ര മികവാർന്ന കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണ്. പിന്നെ കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെയാണല്ലോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത്. അതാണോ മനസ്സിലുണ്ടായതെന്ന് അറിയില്ല. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ നമ്മുടെ ഒരു ക്രിമിനൽ സംഭവം നടന്നാൽ ഒരാളെ വെട്ടി കൊന്നു, അത് വെട്ടി നുറുക്കി എന്നൊക്കെ പറയുന്ന കാര്യം ശരിയാണ്. അതിൻ്റെ മേലെയുള്ള നടപടികൾ സ്വീകരിച്ചു പോകില്ലേ? എന്തിനാണ് പോലീസിനെ ഈ തരത്തിൽ വല്ലാതെ ആക്ഷേപിക്കുന്ന നില സ്വീകരിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. പോലീസിൻ്റെ പ്രത്യേകതകൾ ഞാൻ കൂടുതലായി പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങളിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത്. ഇവിടെ സൈബർ കുറ്റകൃത്യങ്ങളടക്കം നല്ല രീതിയിൽ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്ന കാര്യം നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള വസ്തുതയല്ലേ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം വർഗീയ ലഹളയില്ലാത്തൊരു സംസ്ഥാനമായി നിലനിൽക്കുന്നു. അതിനിടയാക്കുന്നതിൽ പോലീസിൻ്റെ പങ്കുമില്ലേ? നമുക്കത് നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ പല കാര്യങ്ങളിലും ജനസൗഹൃദമായ ഇടപെടലുകൾ നടത്തുന്ന പോലീസിനെയല്ലേ സംസ്ഥാനത്ത് പൊതുവെ കാണാൻ കഴിയുന്നത്. കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്ന പോലീസിനെയാണല്ലോ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതേസമയം തെറ്റായ രീതി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് അംഗീകരിക്കാത്ത സമീപനം സർക്കാർ സ്വീകരിക്കുന്നു. എല്ലാ നിയമപരമായ നടപടികൾക്കും പിന്തുണയും നൽകുന്നു. ഇതാണല്ലോ കേരളത്തിൽ പോലീസിന് മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന നിലയുണ്ടാക്കുന്നത്. സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോകാനുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അതിന് പോലീസിനെ കൂടുതൽ പ്രാപ്തമാക്കുന്ന നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഇവിടെ നല്ല രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി വിവിധ കേസുകളിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നതും നാം കാണേണ്ടതില്ലേ? അതിൽ പോലീസിൻ്റെ റോള് കൂടി നാം
പ്രത്യേകം കാണേണ്ടേ? ഇപ്പോൾ 2015 ഹരിപ്പാട്ടെ ജലജ സുരൻ വധിക്കപ്പെട്ട കേസുണ്ടായത്. വർഷങ്ങളോളം തെളിയിക്കാതെ കിടന്നായിരുന്നല്ലോ. കേസ് CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവായിരുന്നതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ വിശദമായ അന്വേഷണത്തിലല്ലേ അത് തെളിയിക്കപ്പെട്ടത്. ഇപ്പോൾ കൂടത്തായി കൊലപാതക പരമ്പര ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസായിരുന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷമാണ് ആ ദുരൂഹ മരണങ്ങൾ കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. ഇപ്പോൾ പാമ്പ് കടിയേറ്റ് ഭാര്യ മരിച്ചു എന്ന് ഭർത്താവിൻ്റെ വാദം അത് കള്ളമാണെന്ന് തെളിയിച്ചതും അതിൽക്കാവശ്യമായ നടപടികൾ സ്വീകരിച്ചതും, അങ്ങനെ കുപ്രസിദ്ധമായ ഉത്ര കൊലക്കേസ്, ആ കാര്യം നമ്മുടെ സംസ്ഥാന പോലീസല്ലേ കൈകാര്യം ചെയ്തത്. ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ മണിക്കൂറുകൾക്കകം പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ലേ? അതിൽ ജനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പോലീസും എല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഷാരോൺ കൊലക്കേസ്, ശാസ്ത്രീയമായ തെളിവുകൾ, സൈബർ തെളിവുകളെല്ലാം ശേഖരിച്ച് ആസൂത്രിത കൊലപാതകമാണെന്ന് കോടതിയിൽ തെളിയിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായില്ലേ? ഈ കേസിൻ്റെ അന്വേഷണം കേരള പോലീസിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്ന് കോടതിയിൽ സ്ഥാപിക്കാനും ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിയത്. സർക്കാർ എന്നും ഇരയോടൊപ്പമാണ് എന്ന നിലപാട് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ നിലപാട്. അപ്പോൾ പോലീസിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. വീഴ്ചകൾ ചിലത് സംഭവിക്കുന്നുവെന്നത് അത് ഗൗരവമായി കണ്ട് ഈ നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുന്നു എന്നതിൻ്റെ മേലെ ആരെങ്കിലും ഒരാൾ വീഴ്ച കാണിച്ചാൽ, ഏതെങ്കിലും ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അത് മറച്ചു വെക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഉള്ള നടപടിയല്ല ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കർക്കശമായ നടപടി സ്വീകരിക്കും. എന്നാൽ നിയമപരമായി നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർവ്വവിധ പിന്തുണയും നൽകുകയും ചെയ്യും.